ഇറാനുമായുള്ള യുദ്ധം 11ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രയേലിൽ ആൾനാശവും നാശനഷ്ടങ്ങളും വൻതോതിൽ വർദ്ധിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ മാത്രം സൈനികരും സിവിലിയന്മാരും ഉൾപ്പെടെ 191 പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ 2339 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട 191 പേരിൽ നിരവധി പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവർ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. നിസ്സാരമായി പരിക്കേറ്റവർ പ്രാഥമിക പരിചരണം ലഭിച്ച ശേഷം ആശുപത്രി വിട്ടിട്ടുണ്ടെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശാരീരിക പരിക്കുകൾക്ക് പുറമെ കനത്ത മിസൈൽ ആക്രമണങ്ങളെ തുടർന്നുണ്ടായ കടുത്ത ഉത്കണ്ഠയും മാനസികാഘാതവും കാരണം 10 പേർ ചികിത്സ തേടിയിട്ടുണ്ട്. 3 പേർ നിരീക്ഷണത്തിലാണ്. യുദ്ധം തുടങ്ങിയത് മുതൽ ഇതുവരെ ചികിത്സ തേടിയവരിൽ 95 പേർ ഇപ്പോഴും ആശുപത്രികളിൽ തുടരുന്നു. ഇതിൽ 11 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. തുടർച്ചയായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് ഇസ്രായേലിലെ ആരോഗ്യ സംവിധാനങ്ങൾ വലിയ സമ്മർദ്ദത്തിലാണ്. പല ആശുപത്രികളും ഭൂഗർഭ നിലകളിലേക്കും പാർക്കിംഗ് ഏരിയകളിലേക്കും താൽക്കാലിക വാർഡുകൾ മാറ്റിയിട്ടുണ്ട്. ജെറുസലേമിലെ ഷാരെ സെഡക് ആശുപത്രി ഉൾപ്പെടെയുള്ള പ്രമുഖ കേന്ദ്രങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ നടത്തുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിക്ക് തിരിച്ചടിയായാണ് ഇറാൻ മിസൈൽ വർഷം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം യഹൂദ് നഗരത്തിൽ ഇറാന്റെ മിസൈൽ പതിച്ച് ഒരാൾ കൊല്ലപ്പെട്ടതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെ യുദ്ധം ഉടൻ അവസാനിച്ചേക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ചെങ്കിലും ആക്രമണം തുടരുമെന്ന നിലപാടിലാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഇസ്രയേലിൽ സൈറണുകൾ മുഴങ്ങുന്നതും ജനങ്ങൾ ബങ്കറുകളിൽ അഭയം തേടുന്നതും തുടരുകയാണ്. ലബനാൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിലും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്.